ഹലോ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ സംഭവം ഉണ്ടാക്കുന്നത്. ഞാൻ വേറൊരു വീഡിയോയിൽ ഒരു സിസ്റ്റർ ഉണ്ടാക്കുന്ന കണ്ടിട്ടാട്ടോ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് കോഫിയാണെന്ന് വെച്ചാൽ കോഫിയാണ്. ഉണ്ടാക്കാൻ അറിയാൻ പാടാത്ത സാധനം. അവരൊന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര രസം തോന്നി. അപ്പോൾ ഞാനും ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. സാധനങ്ങളെല്ലാം ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് വേഗം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. മെയിനായിട്ട് വേണ്ടത് പിന്നെ ഇതിന്റെ പേര് സുങ്കൽ എന്നാണ്. നമുക്ക് കടലയാട്ടോ വേണ്ടത്. അപ്പം ഞാൻ കടല നന്നായിട്ട് വേവിച്ച് എടുത്തിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് അതുപോലെ കടല വെന്ത് വന്നിട്ടുണ്ട്. അപ്പം അതാണ് അതിന്റെ പാകം. നല്ല രസമായിട്ട് ഇങ്ങനെ ശരിക്കും വെന്തിരിക്കണം. കറമുറന്നിരുന്ന് കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് വരത്തില്ല. അപ്പം പിന്നെ വേണ്ടത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ചീഞ്ചട്ടി അടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ടു പൊട്ടിക്കഴിഞ്ഞപ്പോഴത്തേനും അതിനകത്തേക്ക് വറ്റൽമുളക്, ചുവന്നുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, സവാള ഇത്രയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി പാകത്തിന് ഉപ്പ് ചേർത്ത് നന്നായിട്ട് വഴച്ചെടുക്കണേ. ഞാനത് വഴറ്റിക്കൊണ്ടിരിക്കുന്ന രംഗമായി കാണുന്നത്. അതിനുശേഷം നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുളക് പൊടി വേണം. ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ആദ്യം വേവിച്ച് വെച്ചേക്കണം. അതുകൊണ്ട് ഇതിനകത്തേക്ക് ഇനി മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ മാത്രം ചേർക്കാം. പിന്നെ മുളക് പൊടി, പിന്നെ ഗരം മസാല, പിന്നെ വേണ്ടത് കായപ്പൊടി, പിന്നെ മെയിനായിട്ട് ഇതിന്റെ ഇൻഗ്രീഡിയന്റ് തന്നെ തേങ്ങയാണ് കേട്ടോ. നമ്മൾ സാധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ ചേർക്കാറില്ലല്ലോ. കടലയൊക്കെ തോരനുണ്ടാക്കുമ്പോൾ തോരനല്ല, കടല വേവിക്കുമ്പോൾ നമ്മൾ തേങ്ങ അരച്ചൊക്കെ ചേർത്ത് കറി ഉണ്ടാക്കും. പുട്ടിനൊക്കെ കടലക്കറിയൊക്കെ ഉണ്ടാക്കാം. അന്നേരമല്ലേ അങ്ങനെ തേങ്ങ ഇത് വെറുതെ തേങ്ങ നമ്മൾ ചിരണ്ടി അങ്ങ് ഇട്ട് ഇളക്കി എടുക്കുക കേട്ടോ. പിന്നെ ഇതിനകത്ത് പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൊടി കായപ്പൊടിയാണ് അതിനകത്ത് സ്പെഷ്യലായിട്ട് അവർ ചേർക്കുന്നത്. പിന്നെ മല്ലിയില, എൻ്റെ അടുത്ത് മല്ലിയില ഇല്ല. അത് മെയിനായിട്ട് ഒരു കുറവുണ്ട്. മല്ലിയിലയും കൂടി ചേർത്ത് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സ്മെല്ലും കൂടി വരുമ്പോൾ ഭയങ്കര ഇതാണെന്ന് പറയാം. എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഐറ്റത്തിൻ്റെ പേര് സുങ്കൽ. നമുക്ക് അത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണാം. അപ്പം നമ്മളത് പൊടിയെല്ലാം ചേർത്ത് ഒന്നുകൂടി ഒന്ന് ചൂടാക്കി. അപ്പോൾ ചേർത്തേക്കണ ഗരം മസാല, പിന്നെ നമ്മുടെ കായപ്പൊടി, മുളക് പൊടി, അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചേർക്കേണ്ടത് നമ്മുടെ കടല, അതായത് സുങ്കൽ നമ്മൾ ചേർത്തിട്ട് സുങ്കൽ ചേർത്തു. അതിനുശേഷം നമ്മളതാ തേങ്ങയും കൂടി നന്നായിട്ട് തേങ്ങ ചേർത്താൽ അത്രയും ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി ഇതിനകത്തേക്ക് മല്ലിയില നന്നായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി സൂപ്പറായിരിക്കും. എനിക്ക് കാണാൻ തന്നെ എനിക്ക് രസം നോക്കിയിട്ട് അടിപൊളി കേട്ടോ. മണം നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ആ കായപ്പൊടിയൊക്കെ ചേർത്തതിൻ്റെ നല്ല അടിപൊളി സ്മെല്ല്. ഇതൊക്കെ ചായക്കൊക്കെ കഴിക്കാനായിട്ട് നല്ല സൂപ്പർ സാധനം കേട്ടോ. ഹെൽത്തി ഫുഡാണ്. നമ്മുടെ കടലയും തേങ്ങയൊക്കെ അടിപൊളി. ഞാൻ കഴിച്ചു നോക്കട്ടെ. കഴിച്ചോ? ഓ, നല്ല ചൂടല്ലേ. നല്ല സാറെല്ലാം കഴിച്ചു നോക്കട്ടെ. അടിപൊളി ടേസ്റ്റ്. രക്ഷമാണ്. നല്ല രസമുണ്ടേ. എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ചേർക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ, തേങ്ങ, കായപ്പൊടി, ഗരം മസാല, പിന്നെ മല്ലിയിലയും കൂടി ചേർത്താൽ കുറച്ചും കൂടി അടിപൊളിയായി കേട്ടോ. പക്ഷെ അതില്ല. എന്നാലും ആ ഒരു ഇതിന്റെ കുറവൊഴിച്ചാൽ ബാക്കി കാണിച്ചൊരു പ്ലേറ്റിലേക്ക് ഇട്ട് അടിപൊളിയാണ്. പ്ലേറ്റിലേക്ക് ഒരു ഇട്ട് കാണിക്കാം കേട്ടോ. ടേസ്റ്റഡാവേ. അയ്യോ, രക്ഷയില്ല. അപ്പം എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിന്റെ പേരാണ് സുങ്കൽ. തമിഴ്നാട്ടിൽ ഇതിന്റെ പേര് സുങ്കൽ എന്ന്. അപ്പം വേറൊരു വീഡിയോ കണ്ടിട്ടുള്ള ഇൻസ്പിറേഷനിലാണ് ഞാനിത് ഉണ്ടാക്കിയത്. നിങ്ങൾ അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും ഒരു രക്ഷയില്ല. അപാര ടേസ്റ്റ്, കിടിലൻ രുചി. താങ്ക് യു.